അപ്പൊ ഞങ്ങൾ പറഞ്ഞെന്താ അറിയോ, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ്. അല്ല, അത് അപ്പൊ ഞങ്ങളുടെ വാദം ഞങ്ങൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിൽക്ക് സാർ, അവിടെ നിങ്ങൾ, ഞാൻ പറയട്ടെ, അദ്ദേഹം പറഞ്ഞപ്പോ ഞാൻ അവിടെ കേട്ടിക്കല്ലേ, എന്തായത് നിങ്ങളിങ്ങനെ ഞാനിപ്പോ നിങ്ങൾ ആരാ ഹസനാക്കി ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ടി വരും, ഞാൻ ചോദിക്കുന്നില്ല. ഏതായിരുന്നാലും നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയട്ടെ ഇവിടെ വാദം കൃത്യമാണ്. ഇതൊരു പുതിയ വാദമോ പുതുതായി പറയുന്നതോ അല്ലെങ്കിൽ നേരത്തെ പറയാതെ മറച്ചു വെച്ചതോ ഒന്നുമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വാദപ്രതിവാദത്തിന് എവിടെയെല്ലാം കരാർ എഴുതിയോ അവിടെയെല്ലാം കൃത്യമായി ഞങ്ങൾ എഴുതി. ഇവിടെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പഴുത്തങ്ങളെ കാക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹുവല്ലാത്തൊരു പ്രാർത്ഥന ശിർക്കാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പൊ അല്ലാത്തൊരു ദുആ ചെയ്യുന്നത് ശിർക്കാണ് എന്ന് നിങ്ങളോട് പറഞ്ഞപ്പോ നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടായില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി. നിങ്ങൾ അത് സഹായാർത്ഥന മാറ്റണമെന്ന് പറഞ്ഞില്ല. നിങ്ങൾ വാദപ്രതിവാദത്തിന് തയ്യാറായി. ദുആ അല്ല എഴുതിയത്, അല്ലാതെ വാദം ആരെങ്കിലും ഉന്നയിച്ചിട്ടുണ്ടോന്നല്ല. വാദം ഉന്നയിച്ചിട്ടുണ്ടെന്ന് അവിടെ അവസാനം തീരുമാനമായത് എന്താണ് എന്നതാണ്. അപ്പോ ഏതായിരുന്നാലും ഇവിടെ കൃത്യമാണ്. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഞങ്ങൾക്ക് പറയാൻ അവകാശമില്ല. ഞങ്ങൾ മാറ്റം വരുത്തി എന്നാണ് പറഞ്ഞത്. മാറ്റം വരുത്തിയെന്ന അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ വ്യക്തമായി ഇതാ ഞങ്ങളുടെ 8 ഹെഡിൽ എഴുതിത്തരാം. മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ, പള്ളിപ്പടിത്തങ്ങളെ കാക്കണേ എന്നതുപോലെ ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെയുള്ള അല്ലാഹു അല്ലാത്തവരുടെ പ്രാർത്ഥന ശിർക്കാണ്. ഇത് ശിർക്കല്ല എന്ന് ആർക്കെങ്കിലും വാദമുണ്ടെങ്കിൽ അവരുമായി വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കം.